അച്ചാറുകൾ പല വിധമാണല്ലേ. ഇന്നിതാ ഈ ചെമ്മീൻ വെച്ചൊരു ചെമ്മീൻ അച്ചാർ. അപ്പോൾ എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇത്രയും ചെറിയ ചെമ്മീൻ ഒരിക്കൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ലായിരുന്നു കേട്ടോ. ഒരുപാട് സമയമെടുത്താണ് എല്ലാവരും ഒരുക്കിയെടുത്തത്. ഇനി ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കുറച്ചിട്ട് ഒന്ന് തേച്ച് വെച്ചു. അച്ചാറുണ്ടാക്കാൻ എന്നും നല്ലെണ്ണയാണ് കേമൻ. നല്ലെണ്ണയിൽ അച്ചാറുണ്ടാക്കിയാൽ കുറേ നാൾ നിൽക്കുമെന്ന് പറയും. നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ചെമ്മീനുകൾ മൊത്തം ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ചെമ്മീനിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്ന് വറ്റി വരുന്നവരെ വറുത്തെടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. കണ്ടോ, ഒറ്റയ്ക്ക് വീണ ചെമ്മീൻകുട്ടന്മാരാണ്. ഒന്ന് ചൂട് തട്ടിയപ്പോൾ ഒരു വള്ളം കളിക്കുള്ള വെള്ളം ഉണ്ടല്ലേ ചട്ടിയിൽ. എല്ലാം വറ്റി വരണം. അതിന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കണം. വെള്ളമൊക്കെ വറ്റി എന്നതിൻ്റെ സൂചനയാണ് കേട്ടോ. നമ്മൾ ഒഴിച്ച നല്ലെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങും. ആ ഒരു പരുവാവുന്നവരേക്കും നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇനി ബാക്കി കോരി വയ്ക്കാം. അപ്പോൾ അച്ചാറിലേക്ക് വേണ്ട ബാക്കി ചേരുവകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, കുറച്ച് കറിവേപ്പില തണ്ട്, പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച ചെമ്മീൻ. ആ വറുക്കാൻ ഉപയോഗിച്ച നല്ലെണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ഇനി അച്ചാറിടാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അച്ചാറിടലിലേക്ക് നീങ്ങിയാലോ. ചട്ടി വെച്ച് കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന നല്ലെണ്ണയും കൂടെ വറക്കാൻ ഉപയോഗിച്ച എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാനിതാ ആദ്യം നമ്മുടെ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. ഉലുവയും കടുകും കൂടെ വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, കൂട്ടത്തിൽ വെളുത്തുള്ളീനെയാണ് ഞാൻ ഇച്ചിരി വണ്ണത്തോടെ അരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇഞ്ചി ഇടുന്നതിൻ്റെ മുന്നേ വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അച്ചാർ നമുക്ക് ഒരുപാട് ദിവസം നിൽക്കാനുള്ളതാണല്ലേ. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കാവുന്നതൊന്നാണ് അച്ചാർ. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ചേർക്കുന്ന ചേരുവകളൊന്നും ഈർപ്പമില്ലാതെ നന്നായിട്ട് മുരിഞ്ഞെടുക്കണം. എന്ന് കരുതി കരിയിച്ചെടുക്കണം എന്നല്ല, എങ്കിലും വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അച്ചാർ നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഒരുപാട് നാൾ ഉപയോഗിക്കാം കേട്ടോ. വെളുത്തുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ ചെറിയൊരു കളർ മാറ്റമൊക്കെ മൂപ്പർക്ക് സംഭവിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബാക്കി എൻ്റെ ഇഞ്ചി ഇട്ട് കൊടുത്തു. കൂടെ നമ്മുടെ കാന്താരി, വെള്ള കാന്താരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ കാന്താരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ അങ്ങ് വീഴുമ്പോൾ നല്ല മണമാണ് കേട്ടോ. കൂടെ നമുക്കൊട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറിവേപ്പിലയും കൂടി ഇട്ട് ഇവരെല്ലാം ഒരുമിച്ച് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂത്ത് വരുമ്പോൾ ശരിക്കും ചട്ടിയിൽ നിന്ന് കിലുകിലാന്ന് സൗണ്ട് വരും. ഇനി അടുത്തത് പൊടികളുടെ വരവാണ് കേട്ടോ. എരിവും പുളിയും രുചിയും ഏറെയുള്ള ഒന്നാണല്ലോ അച്ചാർ. അതിൽ പൊടികളുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലേ, നമുക്കിത് ഉപ്പിലിട്ടത് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ അത് അച്ചാറായി. പൊടികളും ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ചെമ്മീനെല്ലാം അതിലേക്ക് ഇട്ടു. എന്താ ഉപ്പിടാത്തേന്നല്ലേ, ഉപ്പിടാൻ വരട്ടെ. 1/2 കപ്പോളം വിനാഗിരി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അച്ചാർ അത്യാവശ്യം ഇത് കൂടുതൽ തന്നെയുണ്ട്. അപ്പോൾ കുറച്ച് നാൾ കൂടുതൽ ഇരിക്കുകയും വേണം. ഇനിയാണ് ഞാൻ ഉപ്പിടുന്നത്. കാരണം ഞാൻ ചെമ്മീൻ വറക്കുമ്പോഴേ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ ഉപ്പും അച്ചാറിനോട് ചേർന്ന് വരുമ്പോൾ എത്ര ഉണ്ടായിരിക്കും നോക്കിയിട്ട് വേണമായിരുന്നു ഉപ്പിടാൻ. അതിനാണ് ഉപ്പ് ലാസ്റ്റിലേക്ക് വെച്ചത് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചൂടാറി വരുമ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത കണ്ടെയ്നറിലേക്ക് നമുക്ക് അച്ചാർ മാറ്റാം. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ അച്ചാർ തുറന്നു നോക്കിയതാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി ചാറോട് കൂടിയാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചുരുക്കി ഒഴിച്ച് വെള്ളം പാകത്തിനാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മീനച്ചാർ എല്ലാവർക്കും കൊതിയുള്ളൊരു കാര്യമല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.